നമസ്കാരം. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. സിലു എന്ന പേരുള്ള ഒരു സഹോദരി അവരുടെ വാട്സപ്പ് നമ്പറിൽ അവർക്ക് വന്നിട്ടുള്ള മോശം മെസ്സേജുകൾ, ഫോട്ടോ, വീഡിയോകളൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഒരു ഫോട്ടോ, സാധാ ഫോട്ടോ അയക്കുക. അതിനുശേഷം നമ്മുടെ റെസ്പോണ്ട് എന്താണെന്നുള്ളത് നോക്കുക. സെക്കൻഡ് ഫോട്ടോ ഷർട്ട് ഇല്ലാതെ അയക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കുക. അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം. പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു. അതിന്റെ ഇടയിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഈ ഫോൺ എടുക്കുന്ന ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കിട്ടൂല. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരും വിശ്വസിക്കണം എന്നൊന്നുമില്ല. നിങ്ങളിലേക്കാണ് തരുന്നത്. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇവൻ എന്താണ് ഏതാണെന്നുള്ളത്. ഇവൻ UAE നമ്പറാണ്. ഇതിൽ ഞാൻ നമ്പറും പബ്ലിഷ് ചെയ്യും, എനിക്ക് ഒരു പേടിയുമില്ല. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് ഒന്നും ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു സങ്കടം. ഒരു ഉമ്മ ഉണ്ടായിരിക്കാം, ആ ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് മാത്രം സത്യം വല്ലാഹി, അതുകൊണ്ട് മാത്രം ഏറ്റവും ലാസ്റ്റ് ഞാൻ ഫേസ് ബ്ലർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചിട്ടുള്ളത് ഇതിനൊരു കീറി മുറിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നല്ല കേട്ടോ. ഇതേ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനും ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഞരമ്പിന്റെ അസുഖമുള്ള ആളുകളെ അവരുടെ വീട്ടിലുള്ള, അവരുടെ സൗഹൃദ വലയങ്ങളിലുള്ള, അവരുടെ ബന്ധുക്കളിലുള്ള ആളുകളൊക്കെ തിരിച്ചറിയണം. കാരണം ഇപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു മുന്നേ പല ആളുകളോടും ഇയാള് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിലും മോശമായ രീതിയിൽ പെരുമാറിയിട്ട് പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഇവിടെ അടുത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് ഇവർ വരുന്നത് എന്നുള്ളതാണ്. ഇവര് വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ഒരു പെണ്ണിന് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വസിക്കൂല. ചിലപ്പം അവര് നമ്മളോട് ചോദിക്കാം, ഈ എന്തിനാ കോൾ എടുത്ത്, ഈ എന്തിനാ നമ്പർ കൊടുക്കാന്നത്, എനിക്കാണ് ബ്ലോക്ക് ചെയ്താൽ പോലെ, നീ എന്തിനാ അവർക്ക് മെസ്സേജ് ആക്കാന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ അവരുടെ കോൾ എടുക്കാൻ നിന്നത് എന്നുള്ള രീതിയിലുള്ള നമ്മളെ കുറ്റപ്പെടുത്തി, അത് സ്ത്രീകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതേ സമയത്ത് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബക്കാർ അത് വേറെ കേട്ടോ. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന കുടുംബക്കാരുണ്ട്, അത് വേറെ. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു എത്രക്കാരെ തുറന്നു കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഇടുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അയാളുടെ നമ്പർ, മെസ്സേജുകൾ ഒക്കെ ചെയ്യുന്ന കൂടെ തന്നെ അവരുടെ മുഖം കൂടി നമ്മൾ റിവീൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോയില് അവർ പറയുന്നത് ആ പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ഉമ്മ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അയാളുടെ മുഖം ഞാൻ ബ്ലർ ചെയ്തു എന്നാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അയാൾ ആരോ ആയിക്കോട്ടെ, ആരുടെ മകനോ ആയിക്കോട്ടെ, അയാളുടെ മുഖം റിവീൽ ചെയ്യേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് സഹോദരനോട് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അധിക്ഷേപിക്കാനോ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സപ്പോർട്ട് നമ്മൾക്ക് പൊതുജനങ്ങളിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ പറയുന്നതിന് അതിന് അതേ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇയാളുടെ ഞരമ്പിന്റെ അസുഖമുള്ള, ഇതേ അസുഖം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവര് നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റോ കാര്യങ്ങളോ ചെയ്ത് അവരുടെ ന്യായീകരണ കമന്റ് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞിട്ടില്ല, എനിക്കത് ബ്ലോക്ക് ചെയ്താൽ പോരെയുന്നോ, നീ എന്തിനാ മെസ്സേജ് ആക്കാൻ തന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ കോൾ അറ്റൻഡ് ചെയ്യാൻ തന്നത്, നീ എന്തിനാ ചാറ്റ് ചെയ്യാൻ തന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത, നമ്മൾ പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീനോട് ഇത്തരത്തിൽ മെസ്സേജ് ആക്കാനോ കോൾ ചെയ്യാനോ ആ വീഡിയോയിലൊക്കെ ആ സഹോദരി കാണിച്ചിട്ടുള്ള ആ വീഡിയോയിൽ കാണിക്കുന്ന വീഡിയോ ഒക്കെ പറഞ്ഞാൽ അങ്ങേറ്റവും അത്രയ്ക്കും എന്താ പറയാ, അവരുടെ പ്രൈവറ്റ് പാർട്ട് എന്നൊക്കെ പറഞ്ഞത് അല്ലേ, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടുന്ന സംഭവമാണ്. അതിനെങ്ങനെ പബ്ലിക്കായിട്ട് ഒരു അന്യ സ്ത്രീക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം മോശത്തിന്റെ അങ്ങേയറ്റത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ചെയ്യാന് അയാൾക്ക് ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കാൻ നമ്മളുടെ സമൂഹത്തിൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ താഴെ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പോലീസ് ആയിരുന്നാലും കോടതി ആയിരുന്നാലും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ നിലകൊള്ളാനും ഒക്കെ ഇവര് എപ്പോഴും സന്നദ്ധരായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വഴികൾ കൂടി സ്വീകരിക്കണം. അതിപ്പോ വിദേശത്തുള്ള നമ്പറിൽ നിന്നായിരുന്നാലും നാട്ടിലത്തെ നമ്പറിൽ നിന്നായിരുന്നാലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ രീതി കൂടെ നമ്മൾ തീർച്ചയായിട്ടും അവർ നമ്മളുടെ കൂടെ നിൽക്കാൻ, നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, നമ്മൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ
അവർ തയ്യാറാണ്. അതായത് നമ്മളുടെ നിയമങ്ങളും പോലീസും കോടതിയും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അത് മുറുകെ പിടിക്കണം. ഇവരൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഏത് സമയവും അവർ സജ്ജരാണ്. അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പൊ പിന്നെ അത് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ വീഡിയോയിൽ കൊണ്ടുവരണം, അതിന്റെ കൂടെ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൂടെ കൊണ്ടുവരണം. കാരണം ഇനി ഒരു പെണ്ണിന്, ഇനി ഒരു സ്ത്രീക്ക് ഈ ചെയ്തിട്ടുള്ള ആളിൽ നിന്ന് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ആ കൂടെ തന്നെ ഒരാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടുന്ന സമയത്ത് മറ്റുള്ള ഇതേ മെന്റാലിറ്റി പുലർത്തുന്ന മറ്റുള്ള ആളുകൾക്ക് അതൊരു പാഠമായിരിക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിന്ത വരും, പറ്റൂല, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ പുറകെ നിയമമുണ്ട്, പോലീസ് ഉണ്ട്, കോടതി ഉണ്ട്, എനിക്കും ശിക്ഷ ലഭിക്കാം എന്നുള്ള ഒരു പേടി ഉണ്ടാകുന്ന സമയത്ത് അവർ അതിൽ നിന്ന് പിന്തിരിയും. പബ്ലിക്കായിട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് തന്നെ ഇത്രയും മോശപ്പെട്ട രീതിയിലുള്ള, അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, സഹോദരിമാർ. അവരുടെ ഒക്കെ നമ്പർ എങ്ങാനും ഇപ്പോൾ ഞരമ്പ് രോഗികളുടെ കൈകളിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ദുരാവസ്ഥനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പോ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പ്രതികരിക്കണം. ഒരു നമ്പർ പോലും നമ്മൾക്ക് ധൈര്യപൂർവ്വം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് എത്രമാത്രം സങ്കടകരമാണ്, എത്രമാത്രം ലജ്ജാവഹമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വരെയുള്ള ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മുടെ മുന്നേ കടന്നു പോയിട്ടുള്ള ആളുകളുടെ അവരുടെ ഇടപെടലുകളും അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടാണ്. അപ്പോ ഇനി വരുന്ന അടുത്ത തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോ മറ്റുള്ള സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് ഇനി ഇങ്ങനെ അനുഭവം ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. അതിന് സോഷ്യൽ മീഡിയ മാത്രമല്ല, നിയമം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാധ്യത നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇനി ഒരു പെണ്ണിന്, ഇനി ഒരു സഹോദരിക്ക്, ഇനി ഒരു മകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ.